ഓരോ തവണ ശ്രീകൃഷ്ണ നാമം ജപിക്കുമ്പോഴും നമ്മുടെ ഹൃദയം ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കും. അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ശ്രീകൃഷ്ണ നാമങ്ങൾ ഏത് സമയത്തും നമുക്ക് ജപിക്കാവുന്നതാണ്. ശ്രീകൃഷ്ണ മന്ത്രങ്ങളും ഏത് സമയത്തും നമുക്ക് ജപിക്കാം. എന്നാലും ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യനിഷ്ഠയോടുകൂടി നമ്മൾ ആ മന്ത്രം ജപിക്കുകയാണെങ്കിൽ ഭഗവാനിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ ഇഷ്ടഭക്തനായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം പോലും ശ്രീകൃഷ്ണ നാമങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മൾ അകത്തേക്കെടുക്കുന്ന ശ്വാസവും പുറത്തേക്കെടുക്കുന്ന ശ്വാസവും ഒക്കെ ശ്രീകൃഷ്ണ നാമങ്ങളാവുകയാണെങ്കിൽ എത്ര ശ്രേഷ്ഠമായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. അങ്ങനെ നമ്മുടെ ശ്വാസം പോലും നാമങ്ങളാക്കി മാറ്റാനായിട്ട് നമുക്ക് ചെറിയ ചെറിയ പരിശ്രമങ്ങൾ നടത്തിയാൽ മതിയാകും. കൃത്യനിഷ്ഠയോടുകൂടി ചില കാര്യങ്ങളൊക്കെ നിഷ്ഠയോടെ അനുഷ്ഠിക്കുകയാണെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേഗത്തിൽ നേടിയെടുക്കാനും അതേപോലെ തന്നെ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തനായി നമുക്ക് വേഗത്തിൽ മാറാനുമൊക്കെ സാധിക്കും. ശ്രീകൃഷ്ണ മന്ത്രം നമ്മൾ ജപിക്കാൻ തുടങ്ങുമ്പോൾ അതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു സമയം എനിക്ക് തോന്നുന്നത് വെളുപ്പിന് 4 മണി മുതൽ ഒരു 6 മണിക്കകത്തുള്ള സമയമാണ്. ആ സമയത്ത് വളരെയധികം പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം ഈ സമയമാണ് എന്ന് പറയാം. അങ്ങനെ നമ്മൾ വെളുപ്പിനെ എഴുന്നേറ്റ് നമ്മൾ ശരീരശുദ്ധിയോടുകൂടി വേണം ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കാനിരിക്കാനായിട്ട്. അപ്പോൾ രാവിലെ കുളിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഉന്മേഷം നൽകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് യൗവനം നിലനിർത്താനൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുളിച്ച് ശീലിക്കുന്നത് തന്നെയാണ് നല്ലത്. പ്രായമൊക്കെ ആയിക്കഴിഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ശീലങ്ങൾ നേടിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിത്യ യൗവനം വരെ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ വളരെ ഐശ്വര്യവതിയായിട്ടുള്ള സ്ത്രീകളെയൊക്കെ, അവരുടെയൊക്കെ നിത്യജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റുള്ള കുളിയൊക്കെ നിർബന്ധമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്തിയോടൊപ്പം തന്നെ നമ്മുടെ ശരീര സൗന്ദര്യം നിലനിർത്താനും കുളിക്ക് പറ്റും കേട്ടോ. അതുകൊണ്ട് വെളുപ്പിനെ കുളിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഏറ്റവും ശുദ്ധമായിട്ടുള്ള ഒരു സ്ഥലത്ത്, അതായത് നമുക്ക് മനസ്സറിഞ്ഞ് ഭഗവാനെ വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് വേണം നമ്മൾ രാവിലെ ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കാനായിട്ട്. ആ സമയത്ത് കൃഷ്ണ ഭഗവാന്റെ മുമ്പിൽ ഒരു ദീപമൊക്കെ കൊളുത്തി വെച്ചിട്ട് നമ്മൾ ആ ഒരു മന്ത്രം ജപിക്കാൻ ഇരിക്കുകയാണെങ്കിൽ അത് അതിശ്രേഷ്ഠം എന്ന് വേണം പറയാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കാൻ ആരംഭിക്കുന്നത്, ഈ രീതിയിൽ ആരംഭിക്കുന്നതെങ്കിൽ ആദ്യമായിട്ട് നിങ്ങൾക്ക് 11 തവണ ജപിക്കാം. പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് 27 ഉയർത്തിക്കൊണ്ടുവരാം. പിന്നീട് അത് 108 തവണ നമുക്ക് ജപിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ 108 തവണയൊക്കെ ജപിക്കുന്ന ആളുകൾ ഒരു ജപമാല മേടിക്കുന്നത് വളരെ നല്ലതാണ്. തുളസിമാലയൊക്കെ നമ്മൾ ജപമാലയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് 108 മുത്തുകൾ എണ്ണി വരുമ്പോൾ നമുക്ക് 108 തവണ മന്ത്രം ജപിച്ചതായിട്ട് കണക്കാക്കാൻ സാധിക്കും. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ 11 എന്ന് പറയുന്നതിന് കാരണം നമ്മൾ ഈ ഒരു മന്ത്രജപം നടത്തുമ്പോൾ ഏകാഗ്രത ആവശ്യമാണ്. നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ടും ഏകാഗ്രമായിട്ടിരുന്ന് ആ ശ്രീകൃഷ്ണ ഭഗവാനെ മുൻപിൽ കണ്ടുകൊണ്ട് ആ മറ്റൊരു ചിന്തകളുമില്ലാതെ നമുക്ക് ആ ഒരു സമയത്ത് മന്ത്രം ഉരുവിടാൻ സാധിക്കണം. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ ഒത്തിരി സമയമൊക്കെ ഏകാഗ്രത കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യവും കുറേശ്ശെ നേടിയെടുക്കുകയാണെങ്കിലാണ് അതിനൊരു പൂർണ്ണത ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ തുടക്കത്തിൽ 11 പ്രാവശ്യം അത് പൂർണ്ണ ഏകാഗ്രതയോടെ നമുക്ക് ജപിക്കാൻ പറ്റുമ്പോൾ പിന്നെ അത് 27ലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ പതിയെ ശ്രീകൃഷ്ണ മന്ത്രത്തിൻ്റെ എണ്ണം ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ആ കൃഷ്ണ ഭഗവാന്റെ മന്ത്രവും രൂപവും ആ ഭഗവാന്റെ നാമവും ആ ഭഗവാന്റെ ഗന്ധവും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ട് നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കണം. ഇനി നിങ്ങൾ മന്ത്രം ജപിക്കുന്ന ആ സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു അലസതയോ ക്ഷീണമോ ഒക്കെ തോന്നുകയാണെങ്കിൽ, നമ്മൾ മനുഷ്യരല്ലേ, നമുക്ക് ചില സമയങ്ങളിലെങ്കിലും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാറുണ്ട്. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. അങ്ങനെ നമ്മൾ പുഞ്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഭഗവാൻ തിരിച്ചും നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിലെ മറ്റെല്ലാ സങ്കടങ്ങളും അല്ലെങ്കിൽ അലസതയെല്ലാം വിട്ടുമാറി നമ്മുടെ മനസ്സ് വീണ്ടും
ആ മന്ത്രോച്ചാരണം നടത്താനുള്ള പാകത്തിലേക്ക് വരും. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും കണ്ണുകൾ അടച്ച് ആ മന്ത്രോച്ചാരണം നടത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ണുകൾ അടച്ച് തന്നെ മന്ത്രോച്ചാരണം നടത്തണമെന്നില്ല കേട്ടോ. ഭഗവാന്റെ മുഖത്തേക്ക് നോക്കി കണ്ണ് തുറന്ന് വെച്ചാണെങ്കിലും നമുക്ക് ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഒരു 6 മണിക്കകത്ത് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ കട്ടിലിരുന്ന്, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ റൂമിലോ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് ഏകാഗ്രമായിട്ട് സ്വസ്ഥമായിട്ടിരിക്കാൻ സാധിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് 11 പ്രാവശ്യം ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. ആ സമയത്ത് നമ്മൾ മനസ്സിൽ അന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഓർത്തുകൊണ്ട് നമ്മുടെ ആ സന്തോഷവും സങ്കടവും ഒക്കെ അന്നത്തെ നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും പകൽ നടക്കുമല്ലേ, ആ കാര്യങ്ങളെല്ലാം ആ ഒരു ഭഗവാന്റെ കാൽപാദത്തിൽ അർപ്പിക്കുന്നു എന്ന് മനസ്സാൽ വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കാനായിട്ട്. അങ്ങനെ മന്ത്രം ജപിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഭഗവാനോട് പറയുക, ഇന്നത്തെ എൻ്റെ ഈ ദിവസം ഞാൻ ഭഗവാനിൽ അർപ്പിക്കുന്നു, ഇനിയും എന്നെ ഭഗവാന്റെ കൈകളിൽ സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ കിടന്നുകൊള്ളുക. തീർച്ചയായിട്ടും ദുസ്വപ്നങ്ങളോ ദുഷ്ടചിന്തകളോ ഒന്നും നമ്മളെ തേടി വരികയില്ല. അതേപോലെ തന്നെ ചിലപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദർശനമൊക്കെ നമുക്ക് ആ ഉറക്ക സമയത്ത് കിട്ടാനും സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ആ ഒരു ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയാണെങ്കിൽ വളരെ ശ്രേഷ്ഠമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. എല്ലാം ഭഗവാനിൽ അർപ്പിച്ചു എന്ന് തന്നെ പറഞ്ഞുകൊണ്ട് തന്നെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ നമ്മൾ പകൽ സമയങ്ങളിൽ നമ്മുടെ ജോലിയിലൊക്കെ നമ്മൾ മുഴുകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഏത് പ്രവൃത്തിയിലാണെങ്കിലും മുഴുകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇടവേളകളുള്ള സമയമൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളിൽ, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ നമുക്ക് കൃഷ്ണനാമം ജപിക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഹരേ കൃഷ്ണ മന്ത്രം പൂർണ്ണമായിട്ട് ജപിച്ചില്ല എങ്കിൽ പോലും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് തന്നെ ഇങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുക. അത് വളരെയധികം ശ്രേഷ്ഠമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ ഭഗവാനെ ആ സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ആ ഒരു ഹരേ കൃഷ്ണ എന്നൊന്നും ജപിക്കണം എന്നില്ല. കാരണം നമ്മൾ ഏതെങ്കിലും തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ട് ഏകാഗ്രതയോടെ ഇരുന്നുണ്ട് ആ ഒരു സമയത്ത് ഭഗവാനെ വിളിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ നമുക്ക് ആ ഒരു കൃഷ്ണനാമം ഇങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കാം. അപ്പോൾ അങ്ങനെ മനസ്സിൽ അങ്ങനെ മറ്റ് ചിന്തകളൊന്നും കടന്നുകൂടാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഏകാഗ്രതയോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഹരേ കൃഷ്ണ എന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കാം. ഓരോ പ്രാവശ്യം നമ്മൾ ജപിക്കുമ്പോഴും കൃഷ്ണ ഭഗവാനോടുള്ള ആ ഒരു ഭക്തി നമ്മുടെ മനസ്സിൽ തീർച്ചയായിട്ടും വളരും. ഭഗവാന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും നമ്മളിലുണ്ടാവും. അങ്ങനെ നമ്മൾ ഒരു ദിവസം പല പ്രാവശ്യം ഭഗവാനെ ആ ഒരു ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, അങ്ങനെ പല ദിവസങ്ങളായി കഴിയുമ്പോൾ എത്രയോ പ്രാവശ്യമാണ് നമ്മൾ കൃഷ്ണ ഭഗവാനെ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭഗവാൻ തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ ആ ഒരു വിളി കേൾക്കുക തന്നെ ചെയ്യും. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തന്ന് നമ്മൾക്കൊരു സംരക്ഷണ കവചമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഭഗവാൻ എല്ലാ സമയങ്ങളിലും ഉണ്ടാകും. തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾ ഹരേ കൃഷ്ണ എന്നിങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഓരോ ദിവസവും നമ്മൾ കൃഷ്ണ ഭഗവാനെ ഓർക്കാതെ നമ്മൾ കടന്നു പോകുന്നേ ഇല്ല എന്നുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളൊരു കാര്യമാണ് മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളത്. പല ആളുകളും രാവിലെയും അല്ലെങ്കിൽ വൈകുന്നേരവും ഒക്കെ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. നമുക്ക് ഏത് സമയത്താണോ സ്വസ്ഥമായിട്ടിരുന്നു കൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രമാക്കാനായിട്ട് സാധിക്കുന്നത് ആ സമയത്താണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് രാവിലെയോ രാത്രി സമയങ്ങളിലൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് കൃഷ്ണനാമങ്ങൾ കൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ? നമ്മൾ ശ്വാസം എടുക്കുക, പുറത്തേക്ക് വിടുക. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ എടുക്കുന്ന ശ്വാസം കൃഷ്ണനാമങ്ങൾ കൊണ്ടാകുകയാണെങ്കിൽ അതെത്ര ശ്രേഷ്ഠമാണെന്നൊന്ന് ഓർത്ത് നോക്കിക്കേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഏകാഗ്രമായിട്ടുള്ള സ്ഥലത്തിരിക്കുക. അതിന് ശേഷം നമ്മൾ കണ്ണടച്ച് നമ്മൾ ഇരുന്നതിന് ശേഷം ശ്വാസം ഒന്ന് നല്ല ദീർഘമായിട്ടൊന്ന് എടുത്ത് വിടുക. നന്നായിട്ടുള്ള പവറിൽ ശ്വാസം ഒന്ന് എടുത്ത് വിടുക. അത് നമ്മുടെ ശരീരം ഒന്ന് തയ്യാറാക്കുക.
ശേഷം നമ്മൾ അകത്തേക്ക് നമ്മുടെ ശ്വാസം നമ്മൾ വലിക്കുമ്പോൾ ഹരേ എന്ന് പറയുക. അതേപോലെ നമ്മുടെ ശ്വാസം നമ്മൾ കുറച്ച് നേരം ഹോൾഡ് ചെയ്തിട്ട് പുറത്തേക്ക് വിടുമ്പോൾ കൃഷ്ണ എന്ന് പറയുക. ഓരോ പ്രാവശ്യം നമ്മൾ ശ്വാസം എടുക്കുമ്പോഴും ഹരേ എന്നും ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ കൃഷ്ണ എന്നും പറയുക. അപ്പോൾ ഹരേ കൃഷ്ണ എന്നായിരിക്കും നമ്മുടെ ശ്വാസോച്ഛ്വാസത്തിൻ്റെ ആ ഒരു രീതി തന്നെ. അപ്പോൾ നമ്മളത് മനസ്സിൽ പറഞ്ഞാൽ മതി. നമ്മളിങ്ങനെ ശ്വാസം വലിച്ചുകൊണ്ട് ഹരേ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വളരെ സാവധാനത്തിൽ ശ്വാസം വലിച്ചെടുക്കുക. കൃഷ്ണ എന്ന് പറഞ്ഞ് വളരെ സാവധാനത്തിൽ നമ്മളിങ്ങനെ ശ്വാസം പുറത്തേക്ക് വിടുക. ഇത് പല പ്രാവശ്യം ചെയ്യുക. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ ഏകാഗ്രത വേണമല്ലോ. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ കുറഞ്ഞ തവണകൾ ചെയ്യുക. ആദ്യം ഒരു 10 പ്രാവശ്യം ചെയ്യുക. പിന്നീടത് 15 20 ഒക്കെ ഉയർത്തിക്കൊണ്ട് വരിക. പിന്നീടത് 10 മിനിറ്റോ 15 മിനിറ്റ് അരമണിക്കൂർ എന്നൊക്കെയുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതങ്ങനെ നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക കേട്ടോ. മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എത്ര നേരം വേണമെങ്കിലും ഏകാഗ്രമായിട്ടിരുന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഞാൻ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത്. തുടക്കത്തിൽ ചെയ്യുന്ന ആളുകൾ കുറച്ച് സമയം ചെയ്ത് സമയം കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഒരു 5 പ്രാവശ്യം ചെയ്തുള്ളെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഏകാഗ്രതയോടുകൂടി 10 പ്രാവശ്യം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് 15 പ്രാവശ്യം ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു എണ്ണം കൂട്ടിക്കൊണ്ട് വരാനും പറ്റും. നിങ്ങളുടെ മനസ്സിന് സന്തോഷവും സമാധാനവും ഏകാഗ്രതയും ഭക്തിയും അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. നിങ്ങൾ ഉദ്ദേശിക്കുന്നേക്കാൾ കൂടുതൽ അനുഗ്രഹമായിരിക്കും ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവാൻ പോകുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. നമ്മുടെ കൂടത്തിൽ ഏതൊരു ബുദ്ധിമുട്ടിലും നിൽക്കുന്ന ഒരാളാണ് ഭഗവാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ആ ഭഗവാന്റെ നാമങ്ങൾ ഏത് സമയത്ത് ഉരുവിടുമ്പോഴും ഒക്കെ ആ സ്നേഹത്തോടു കൂടി തന്നെ ഭഗവാനെ വിളിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ നമ്മുടെ സ്ഥായി ഭാവം തന്നെ സ്നേഹമായിട്ട് മാറുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ ദേഷ്യമുള്ള ഒരാൾ അല്ലെങ്കിൽ പെട്ടെന്ന് മനസ്സിന് എന്തെങ്കിലും ഇഷ്ടക്കുറവോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ടല്ലോ, പെട്ടെന്ന് കുശുമ്പ് തോന്നുന്ന, കുശുമ്പി പെണ്ണുങ്ങൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ കുശുമ്പ് തോന്നുന്ന, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ദുഷ്ടചിന്തകളൊക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ പോലും നമ്മൾ കൃഷ്ണ ഭഗവാനുമായിട്ട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുമ്പോൾ കൃഷ്ണനാമങ്ങൾ കൃഷ്ണമന്ത്രങ്ങളൊക്കെ നമ്മൾ ഉരുവിട്ട് കഴിയുമ്പോൾ അതുമായിട്ട് നമ്മൾ പൊരുത്തപ്പെടാൻ തുടങ്ങുന്ന ആ ഒരു സമയത്ത്, ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ മനസ്സിൽ സ്നേഹവും കരുണയും ദയയും ആ ഭഗവാന്റെ ആ ഭക്തിയും അല്ലാതെ വേറൊന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ദുഷ്ടചിന്തകളൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും. നമ്മുടെ ശരീരത്തിലുണ്ടായേക്കുന്ന ശത്രുദോഷങ്ങളോ അല്ലെങ്കിൽ ദൃഷ്ടിദോഷങ്ങളോ ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാറിപ്പോകും. അപ്പോൾ നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധമായും സന്തോഷം അനുഭവിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാവാനും എല്ലാ കാര്യത്തിനും ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം വളരെയധികം ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ മന്ത്രം ജപിക്കുമ്പോൾ, ശ്രീകൃഷ്ണ നാമം ജപിക്കുമ്പോഴൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എത്രമാത്രം അതൊക്കെ പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറയുകയും കൂടെ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രയോജനം നിങ്ങൾക്ക് കിട്ടി, അത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു കഴിയുമ്പോൾ മറ്റുള്ള ആളുകൾക്കും അത് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം തോന്നും. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അവരെയും കൂടെ നമ്മുടെ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കമൻറ്റുകളും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ അത് മറ്റുള്ള ആളുകൾക്ക് വളരെയധികം അല്ലെങ്കിൽ ഇതേക്കുറിച്ച് കൂടുതൽ അറിവില്ലാത്ത ആളുകൾക്ക് പ്രയോജനമാകും. അപ്പോൾ എല്ലാ ആളുകളെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.